ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫലസ്തീൻ വിഷയം ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതല്ല ലോക മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നരഹത്യ, വംശഹത്യ, കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പീഡന പർവം, ഇതെല്ലാം ലോക മനസാക്ഷിയെ പ്രത്യേകമായി ഒന്ന് ഉലച്ചു കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അക്രമ പരമ്പരകൾ ഇസ്രായേൽ നടത്തുന്നത്? എന്താണ് അവരതിലേക്ക് നയിച്ചത്? ഫലസ്തീനികൾ ഈ അക്രമത്തിന് അത് എത്രത്തോളം അർഹരാണ്? എന്തുകൊണ്ടാണ് ഈ ഫലസ്തീനികൾ ഈ ഒരു പോരാട്ടത്തിന്, അവരുടെ അസ്തിത്വത്തെ, അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ നടത്തുന്ന ഈ പോരാട്ടത്തിന് എന്തൊക്കെ അർത്ഥങ്ങളാണുള്ളത്? അതിൻ്റെ ഒരു ചരിത്രവും വർത്തമാനവുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഫലസ്തീനിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയവും മതവും സംസ്കാരവും ചരിത്രവുമെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ കൂടുതൽ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം സാധാരണ സയോണിസ്റ്റ് വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു നാടുണ്ടായിരുന്നില്ല, ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ജനതയുണ്ടായിരുന്നില്ല. അവർ പൊതുവെ ഈ ഇസ്രായേൽ സ്റ്റേറ്റ് രൂപീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ പൊതുവെ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അതായത് ആളുകളില്ലാത്ത ഭൂമി ഭൂമിയില്ലാത്ത ആൾക്കാർക്ക് നൽകുക എന്നതാണ് അവർ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ന്യായം. അതായത് ലാൻഡ്സ് വിത്തൗട്ട് പീപ്പിൾ ഫോർ ദ പീപ്പിൾ വിത്തൗട്ട് ദ ലാൻഡ്സ്. ആ ഭൂമിയില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത ഭൂമി നൽകുക, ഇതാണ് അവരുടെ വാദങ്ങളിൽ ഒന്ന്. രണ്ടാമത്തെ വാദം, അല്ലെങ്കിൽ ആദ്യത്തെ വാദം, ഇത് ഞങ്ങൾക്ക് അള്ളാഹു, കർത്താവ്, ദൈവം വാഗ്ദാനമായി തന്ന വാഗ്ദത്ത ഭൂമിയാണ് എന്നുള്ളതാണ് ആദ്യത്തെ വാദം. ദ പ്രോമിസഡ് ലാൻഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്, വാഗ്ദത്ത ഭൂമി. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആളുകളില്ലാത്ത ഭൂമി ഭൂമിയില്ലാത്ത ആൾക്കാർക്ക് നൽകുക എന്ന് പറയുന്ന രണ്ടാമത്തെ വാദം. ഈ രണ്ട് വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക സിയോണിസ്റ്റ് പ്രസ്ഥാനം, തീവ്രവാദികൾ ഈ ഫലസ്തീനിൽ പലവിധ കാരണങ്ങളാലും രാഷ്ട്രീയ ശക്തികളുടെ സഹായത്താലും ഇന്നത്തെ ഫലസ്തീൻ പിടിച്ചെടുക്കുന്നത്. അതിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പോവാം. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള വാദങ്ങൾ എവിടുന്നാണ് തുടങ്ങുന്നത്, എന്താണ് അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നതും കൂടി നമുക്ക് ഈ ഫലസ്തീൻ ചർച്ച നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായി ഫലസ്തീനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. കാരണം ഈ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന ആ ഒരു ചർച്ച കിടക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ രണ്ട് മക്കൾ, പ്രധാനമായ രണ്ട് മക്കൾ, ഒന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, അദ്ദേഹവും ആ കുടുംബവും നമുക്ക് ഇന്നത്തെ സൗദി അറേബ്യയിലെ കൗബയുമായി ചുറ്റിപ്പെട്ട ആ ഒരു കഥകൾ, സംഭവങ്ങൾ നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ തന്നെ അത് സൂറ ബഖറയിൽ വിശദീകരിക്കുന്നുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഭൂമിയിൽ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ദേവാലയം, അത് മന്ദിരം, ഒരു പള്ളി, മസ്ജിദ് എന്ന് പറയുന്നത് അത് കാബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം. രണ്ടാമത് അത് മസ്ജിദുൽ അഖ്സയാണ് എന്ന് പറയുന്നുണ്ട് ആ ഹദീസിൽ. അതായത് അപ്പോൾ സഹാബികൾ ചോദിക്കുന്നു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, റസൂലെ, ഈ രണ്ട് മസ്ജിദ് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? എത്ര കാലഘട്ടമാണ് അതിൻ്റെ ഒരു വ്യത്യാസം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു 40 വർഷത്തിൻ്റെ ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ് ഈ രണ്ട് മസ്ജിദുകളുടെയും ഈ ബിൽഡിങ്ങിൻ്റെ രൂപീകരണത്തിൻ്റെ വ്യത്യാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ആ ഹദീസിൽ കാണാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, ഇത് ആദം നബി അലൈഹി ഇസ്ലാമാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. പിന്നീട് വന്ന എല്ലാ നബിമാരും അതിനെ പുനർനിർമ്മാണമാണ് നിർവഹിച്ചതെന്ന് പറയുന്നു. കാരണം സൂറ ബഖറയിൽ കഅബയുമായി ബന്ധപ്പെട്ട ആയത്ത് പറയുന്ന ഭാഗത്ത് വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ എന്ന് പറയുന്ന ഭാഗമാണല്ലോ. അതായത് കഅബയുടെ അതിൻ്റെ പടവുകൾ ഉയർത്തുന്നു എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഷാ പ്രയോഗം തന്നെ ആ സൂറ ബഖറയിൽ ആയത്തിൽ പറയുന്നത്. അതായത് ഒരു പുനർനിർമ്മാണമാണ് നടത്തുന്നതെന്ന് അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമും കൂടെ ചേർന്നാണ് മസ്ജിദുൽ അഖ്സയുടെ ഒരു പുനർനിർമ്മാണം നടത്തുന്നതെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ അതുമായി ചേർത്ത് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം അവിടെ ഫലസ്തീൻ പറയുന്ന ഭാഗത്തെത്തുന്നു.
അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെ ഇസാഖ് നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നു. അവരവിടെ ആ ഇസാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അതായത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ബനു ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ നേരിട്ടുള്ള മക്കൾ പരമ്പരയ്ക്കാണ്. നേരിട്ടുള്ള അദ്ദേഹത്തിനാൽ രൂപപ്പെട്ട വളർന്നു വന്ന മക്കൾ സന്താന പരമ്പരയ്ക്കാണ് ബനു ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. പിന്നീട് ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ ഉണ്ടാവുന്നു. നമുക്കറിയാം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സുഹൃത്ത് യൂസുഫിൽ അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നമുക്ക് കാണാം. അദ്ദേഹം അങ്ങനെ അവിടെ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ തന്നെ കിണറ്റിലേക്ക് വലിച്ചെറിയുന്നു. കിണറ്റിൽ നിന്ന് കുറച്ച് യാത്രാ സംഘം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹത്തെ വിൽക്കുന്നു. പിന്നീട് ഫിറോന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ അദ്ദേഹം അവിടെ എത്തുന്നു. അങ്ങനെ പിന്നീട് വേറൊരു ചരിത്ര പശ്ചാത്തലത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടുത്തെ ഭരണാധികാരിയായും ആദ്യം മന്ത്രിയായും പിന്നീട് ഭരണാധികാരിയും ഒക്കെയായി മാറുന്നതായി നമുക്ക് തഫ്സീറുകളിൽ കാണാം. ഖുർആൻ സൂറത്ത് യൂസുഫിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഘട്ടത്തിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ഈ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാരെയും അനിയന്മാരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഈജിപ്തിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ഇസ്രായേലി വംശം കുടുംബം മുഴുവനും ഈജിപ്തിലേക്ക് എത്തുന്നു. അവിടെ കുറച്ചു കാലം അവർ ആ ഒരു കുടുംബ പരമ്പര ഈജിപ്തിനെ ഭരിക്കുന്നു. എന്നാൽ പിന്നീട് അവിടെ ഒരു വിമത പ്രസ്ഥാനം രൂപപ്പെടുകയും കോപ്റ്റിക്, അതായത് അറബിൽ ഖിബിത്തികൾ എന്ന് വിളിക്കപ്പെടുന്ന കോപ്റ്റിക് വിഭാഗം വീണ്ടും അധികാരത്തിലെത്താനുള്ള ശ്രമം നടത്തുകയും അങ്ങനെ ഈ ഇസ്രായേലി വംശത്തെ താഴെ ഇറക്കി അവർ അധികാരത്തിലേറുകയും ഇവരെ അടിമകളാക്കി വെക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാം അവർക്കിടയിൽ ജനനം കൊള്ളുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ സംഭവം നമുക്കറിയാം. ഇതേപോലെ തന്നെ ആണുങ്ങളെ മുഴുവൻ വധിച്ചു കളയുന്ന, അതായത് ഇസ്രായേലി സമൂഹത്തിൽ അവർ ശക്തരായാൽ, അവർക്കിടയിൽ ഒരുപാട് ജനസംഖ്യ രൂപപ്പെട്ടാൽ അവരെ പ്രത്യേകിച്ച് ആണുങ്ങളെ വധിച്ചു കളയുകയും പെണ്ണുങ്ങളെ അടിമകളാക്കിയോ അവരുടെ കാര്യലാഭത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ആ സാഹചര്യത്തിൽ രൂപപ്പെടുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം ജനിക്കുകയും അദ്ദേഹത്തെ ഒളിച്ചു കടത്തി ഒരു പെട്ടിയിൽ ഒഴുക്കി വിടുകയും നേരത്തെ നമ്മൾ യൂസുഫ് അലൈഹി സ്വലാം എങ്ങനെയാണോ ആ ഫിറോന്റെ ആ ഒരു രാജവംശത്തിന്റെ കീഴിലേക്ക് വന്നത് എന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഒരു പ്രത്യേക അനുഗ്രഹത്താൽ ആ കുടുംബത്തിലേക്ക് തന്നെ മൂസ അലൈഹി ഇസ്ലാം എത്തുന്നു. അതായത് അന്നത്തെ ഫിറോൻ രാജവംശത്തിന്റെ കുടുംബത്തിലേക്ക് മൂസ അലൈഹി ഇസ്ലാം എത്തുന്നു. അവിടുത്തെ യുവരാജാവായി വളരുന്നു. അങ്ങനെ ആ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. പിന്നീട് ഇസ്രായേലി വംശജനും ഒരു കോപ്റ്റിക് വംശജനും തമ്മിലുള്ള ഒരു അടി ഉണ്ടാവുന്നു. ആ അടിയിൽ ഇസ്രായേലിനെ രക്ഷിക്കുന്ന പശ്ചാത്തലത്തിൽ കോപ്റ്റിക് വംശജനെ അടിക്കുന്നു. അങ്ങനെ കോപ്റ്റിക് വംശജൻ മരണപ്പെടുന്നു. അതൊക്കെയും നാട്ടാകെ പാട്ടാവുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതേ അടുത്ത പ്രശ്നം ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ ചെല്ലുമ്പോൾ മറ്റേ ഇസ്രായേലി പറയുന്നു, മറ്റവനെ ഇടിച്ച് കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ വരികയാണോ എന്ന രീതിയിലൊക്കെ ഖുർആൻ വിശദീകരിക്കുന്നു. നമുക്ക് ഒരുപാട് സൂറത്തുകളിൽ മൂസാ അലൈഹി ഇസ്ലാമിന്റെ ലൈഫ് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത് കാണാം. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം അവിടുന്ന് നാട് വിട്ടു പോകുന്നു. ഞാൻ പറയുന്നത്, എങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രവാചകത്വത്തിലേക്കുള്ള ഒരു വളർച്ച, മൂസ അലൈഹി ഇസ്ലാം വീണ്ടും ഈജിപ്തിലേക്ക് എത്തുന്നത്, അവിടെ ഈ ഒരു യാത്രയിടയിൽ ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമിനെ കാണുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു മകളെ വിവാഹം കഴിക്കുന്നു. കുറച്ചു കാലം, ഏകദേശം 10 വർഷക്കാലം അവിടെ താമസിക്കുന്നു. പിന്നീട് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ തൂർമലയിലേക്ക് വിളിക്കുന്നു. അങ്ങനെ തൗറാത്ത് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. തൻ്റെ സഹോദരനുമായി ഫിറോനെ ചെന്ന് കാണാനും ബനു ഇസ്രായേലുകളെ അവിടുന്ന് മോചിപ്പിക്കുവാനും മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നു. ഈ ഒരു കഥകളൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഓടിച്ച് പറയുന്നത്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം അവിടെ എത്തുന്നു. പിന്നീട് ഒരുപാട് ചർച്ചകളും സംവാദങ്ങളും മാന്ത്രിക വിദ്യകളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായി അവസാനം ബനു ഇസ്രായേലെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ചെങ്കടൽ മുറിച്ചുകൊണ്ട് അദ്ദേഹം ഫലസ്തീൻ ഭാഗത്തേക്ക് യാത്ര തിരിക്കുന്നു. ഈ യാത്രയാണ് നമ്മളുടെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടെ ഈ പോകുന്ന വഴിയിൽ തന്നെ ചെങ്കടൽ മുറിച്ചു കടന്ന് ഫിറോനും സംഘവും ചെങ്കടലിൽ ആണ്ടിറങ്ങി മരിച്ചു വീഴുന്നു. അദ്ദേഹം മൂസ അലൈഹി ഇസ്ലാം എല്ലാവരെയും പിളർത്തി അപ്പുറത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ പോകുന്ന വഴിയിൽ തന്നെ സൂറ മാഇദയിലും ഈ വിശദീകരണം പറയുന്നുണ്ട്. ഇവരുടെ യാത്ര ചെങ്കടൽ പിളർത്തിക്കളഞ്ഞു പോകുന്ന ഭാഗങ്ങളിൽ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്ന സമൂഹത്തെ കാണുന്നു. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിനോട് ഈ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ബനു ഇസ്രായേൽ സമൂഹം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കും കൂടി ഒരു വിഗ്രഹം ഉണ്ടാക്കി തരുമോ എന്ന്. ആലോചിച്ച് നോക്കുക. ബനു ഇസ്രായേലി സമൂഹത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ, നന്ദികേടിൻ്റെ
ആദ്യ ഉദാഹരണങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ മാഇദയിലേക്ക് പരാമർശിക്കുന്നത്. അപ്പോൾ അവർ വളരെ വിഷണ്ണനായി മൂസാ അലൈഹി സ്വലാം മറുപടി പറയുന്നതൊക്കെ സൂറ മാഇദയിൽ കാണാം. അത് മാത്രമല്ല, ഫലസ്തീൻ്റെ അതിർത്തിയിൽ എത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ മൂസാ അലൈഹി സ്വലാം അവിടെയുള്ള ഭാഗത്ത് ശക്തരായ ഒരു ഗോത്രം ഉണ്ടായിരുന്നു. അവരെ പരാജയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. മൂസാ അലൈഹി സ്വലാം ആൾക്കാരെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ അനുയായികളെ, പ്രധാനപ്പെട്ട അനുചരന്മാരെ അവിടുത്തെ അങ്ങോട്ട് പറഞ്ഞു വിടുകയും അവർ അന്വേഷിച്ച് തിരിച്ചു വരികയും അവർ ആ ഒരു ശക്തരായ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഫലസ്തീനിലേക്ക് പ്രവേശനം പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ആവശ്യകത രൂപപ്പെടുകയും ചെയ്തപ്പോൾ ഈ മൂസാ അലൈഹി സ്വലാം തൻ്റെ വംശത്തോട്, തൻ്റെ നാട്ടുകാരോട് യുദ്ധത്തിന് ആവശ്യപ്പെടുമ്പോൾ അവരെന്താണ് പറയുന്നത്? നമുക്ക് സൂറ മാഇദയിൽ വളരെ വിശദമായി തന്നെ അത് പറയുന്നുണ്ട്. സൂറ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 24-ാമത്തെ ആയത്തിൽ അവർ പറയുന്നു, ഖാലു യാ മൂസ, മൂസാ അലൈഹി സ്വലാമിനോട് പറയുന്നുണ്ട്, മൂസ ഇന്നാലൻ നദ്ഖുലന അബദൻ മാ ദാമു ഫീഹ, ആ ശക്തരായ ഗോത്രക്കാര മനുഷ്യന്മാർ അവിടെ ഉള്ള കാലത്തോളം ഞങ്ങൾ അങ്ങോട്ട് കയറുക തന്നെയില്ല. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീ നിന്റെ റബ്ബും കൂടെ പോയി യുദ്ധം ചെയ്തോളൂ. ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങൾ ഇവിടെ ഇതാ ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ മൂസാ അലൈഹി സ്വലാം ഇത് കേട്ടിട്ട് വിഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഖാല റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വാഹി, പടച്ചവനെ റബ്ബേ, എനിക്കും എൻ്റെ സഹോദരൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ, ഇവർക്കിടയിൽ എനിക്ക് യാതൊരു അധികാരവും ഇല്ലല്ലോ. ഫഫ്രുഖ് ബൈനന വ ബൈന ഖൗമിൽ ഫാസിഖീൻ. എന്നിട്ട് മൂസാ അലൈഹി സ്വലാം പറയുന്നത്, ഈ ഫാസിഖുകളായ, അധർമ്മികളായ, തോന്നിയവാസികളായ, ധിക്കാരികളായ ഈ കോമിൽ നിന്നും എന്നെയും ഒന്ന് വേർപിരിച്ച് തരണമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മൂസാ അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയും അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുന്നുണ്ട്. ഖാല, അദ്ദേഹം മൂസാ അലൈഹി സ്വലാം മറുപടി പറയുന്നു, ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 40 വർഷക്കാലം ഇവർക്ക് ആ ഭാഗങ്ങൾ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. യതീഹൂന ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് കറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ, അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ താങ്കൾ വിഷണ്ണനാവേണ്ടതില്ല, ഖേദിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ അലൈഹി സ്വലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നു. അതായത് മൂസാ അലൈഹി സ്വലാം അവരുടെ അടിമത്വത്തിൽ നിന്ന് ബനു ഇസ്രായേലികളെ മോചിപ്പിച്ച മൂസാ അലൈഹി സ്വലാമിൻ്റെ കൽപ്പനയോട് ധിക്കാരമായി പ്രതികരിച്ച അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യത്തെ ശാപം എന്ന നിലയാണ് 40 വർഷക്കാലം അവർ അലഞ്ഞു തിരിയേണ്ടവരാണെന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മസ്ജിദുൽ അഖ്സ വാഗ്ദാനം ചെയ്തത് അവരിലേക്ക് വന്ന നബിമാരെയും അതുപോലെ തന്നെ ആ നബിമാർ പറഞ്ഞു കൊടുത്ത പാഠങ്ങളും ശാസനകളും വേണ്ട വിധം പാലിക്കുകയാണെങ്കിൽ ലഭിക്കുന്ന പ്രതിഫലമായിരുന്നു വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന ഫലസ്തീൻ. എന്നാൽ മൂസാ അലൈഹി ഇസ്ലാമിന് ശേഷം നമുക്ക് സൂറ കഹ്ഫിൽ മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരനെ, ഫത്ത എന്ന് പേര് പരാമർശിക്കുന്ന ഒരു യുവാവിനെ പരാമർശിക്കുന്നുണ്ടല്ലോ. അതിൽ ചില പണ്ഡിതന്മാരുടെ നിരീക്ഷണ പ്രകാരം യൂഷ ഇബ്നു നൂൻ എന്ന് പറയുന്ന ഒരു നേതാവാണ്. അതായത് മൂസാ അലൈഹി ഇസ്ലാമിനെ ഒരു ഖിബ്തീനെ ഇടിച്ചു കൊല്ലുന്ന ഒരു പശ്ചാത്തലത്തിൽ മൂസാ അലൈഹി ഇസ്ലാമിനെ ആരാണ് എന്ന്, താനും ഇസ്രായേലിയാണെന്നും മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ദൗത്യം ഇതാണെന്നും ബോധിപ്പിക്കുന്ന ഒരു നൂൻ പ്രവാചകനെ ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. അതായത് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് തന്നെ, അദ്ദേഹത്തിൻ്റെ നബുവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിന് മുമ്പ് തന്നെ ഒരു നൂൻ പ്രവാചകനെ ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. ആ നൂൻ പ്രവാചകന്റെ മകനാണ് യൂഷ അല്ലെങ്കിൽ ജോഷുവ എന്ന് വിളിക്കപ്പെടുന്ന, നമ്മൾ സൂറ കഹ്ഫിൽ പറയുന്ന ആ ഫത്ത എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഫത്ത എന്ന് പറയുന്നത് യുവാവ്, ചെറുപ്പക്കാരൻ എന്നാണല്ലോ അർത്ഥം. അപ്പോൾ മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ മരണത്തോടടുക്കുമ്പോൾ ഈ യൂഷ ഇബ്നു നൂനും അതുപോലെ തന്നെ കാലബ് ഇബ്നു യോഹന്ന എന്ന് പറയുന്ന വേറെ 2 പേരുമാണ് മൂസാ നബിയുടെ പ്രധാന അനുചരന്മാരായി മാറിയത്. ഈ യൂഷ ഇബ്നു നൂനാണ് പിന്നീട് മൂസാ അലൈഹി ഇസ്ലാമിന് ശേഷം ഈ ബനു ഇസ്രായേലിന്റെ നേതൃത്വത്തിലേക്ക് എത്തുകയും അദ്ദേഹമാണ് ഇവരെ ഫലസ്തീനിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. അതായത് അപ്പോഴും പിന്നീട് അവിടെ ഫലസ്തീനിൽ അവരെത്തുന്നു. പിന്നീട് ഒരുപാട് ചരിത്രങ്ങളുണ്ട്, നീണ്ട ചരിത്രമാണല്ലോ ഇസ്രായേലിന്റെ ചരിത്രം. അവർ വീണ്ടും വിവിധ ഗ്രൂപ്പുകളായി, വിവിധ വിഭാഗങ്ങളായി ഭിന്നിച്ചു പോകുന്നു. അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ അവർ ധിക്കരിക്കുന്നു, ധാരാളം പ്രവാചകന്മാരെ തള്ളിക്കളയുന്നു, അതിലധികം ധാരാളം പ്രവാചകന്മാരെ കൊന്നുകളയുന്നു. അതിൻ്റെ പേരിൽ ധാരാളം ശാപങ്ങൾ അവർക്ക് അള്ളാഹുവിൻ്റെ വേറെയും അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ ആ ഇടയിലാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉദയം ഉണ്ടാവുന്നത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം വീണ്ടും അവരെ ഒരു കുടക്കീഴിലേക്ക് ഒന്നിപ്പിക്കുന്നു. അതിനുശേഷം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അധികാരത്തിൽ വരികയും ഭിന്നിച്ചു പോയ സകലവിധ യഹൂദ വിഭാഗങ്ങളെയും ബനു ഇസ്രായേലികളെയും ഒന്നിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഏറ്റവും ശക്തനായ രാജാവും പ്രവാചകനുമായി മാറുന്നു.
അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം വീണ്ടും അവർക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാവുകയും പലവിധ വിഭാഗങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇത് ഞാനിവിടെ ബനൂ ഇസ്രായേലിലെ കഥ പറയുന്നത് എത്രത്തോളം അവരിലേക്ക് വന്ന നബിമാരെ അവർ ധിഖരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ സമകാലിക ഒരു ചരിത്രം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വരുന്നത് കരാറുകളുടെ ചരിത്രമാണ്. ഇസ്രായേലികൾ ജീവിതത്തിൽ ഒരിക്കലും കരാറുകൾ പാലിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ബൈബിളും ഖുർആനും അല്ലെങ്കിൽ ആധുനിക ചരിത്രവും തരുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നമുക്ക് പഠിപ്പിക്കുന്ന പാഠം അതാണ്. അത് ബൈബിളിലും ഖുർആനിലും ഇതേ സംഭവങ്ങൾ തന്നെ കാണാം. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ നാക്കുകളിലൂടെ ശപിക്കപ്പെട്ടു എന്ന് സൂറ മായിദ പോലും പറയുന്നുണ്ട്. ആ ഒരു സമൂഹത്തിൻ്റെ, അതായത് അവരോട് പല തവണ പല തരത്തിൽ അവർക്ക് ധാർമ്മിക പഠനങ്ങളും കൽപ്പനകൾ കൊടുത്തിട്ടും അവരൊന്നും അനുസരിക്കാതെ തള്ളിക്കളയുന്ന ഒരു ബനൂ ഇസ്രായേൽ സമൂഹത്തെ അവർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിങ്ങനെയാണെങ്കിലും ഇതേപോലെ ചരിത്രങ്ങൾ മാറുകയും ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു നുബുവത്ത് സംഭവിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജനനം സംഭവിക്കുന്നു, അദ്ദേഹത്തെ തള്ളിക്കളയുന്നു. യഹൂദ, അതായത് ഇസ്രായേലികൾ തന്നെയാണ് ഈസാ അലൈഹി ഇസ്ലാമിനെ കൊല്ലുവാൻ അവിടുത്തെ ഭരണാധികാരിക്ക് കൽപ്പന കൊടുക്കുന്നത്. യഹൂദ പുരോഹിതന്മാരാണ്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ച വിഭാഗം ഈ യഹൂദ പുരോഹിതന്മാരെയും തന്നെയാണ്. ഖുർആൻ തന്നെ പറയുന്നുള്ളൂ, ഇത്തഹദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ല. ഈ അഹ്ലി കിതാബിലെ, പ്രത്യേകിച്ച് യഹൂദരിലെ, അവർ അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളായി സ്വീകരിച്ച ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെയും ഇതിൻ്റെ ഇടയിലാണ് സംഭവിക്കുന്നത്. സൂറത്ത് ഇസ്രായേലും യഹൂദർക്ക് സംഭവിച്ച പലവിധ, പ്രത്യേകിച്ച് 2 തരം ആഘാതങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, നെബൂഖദ്നസറിന്റെ കാലഘട്ടത്തിൽ, BC കാലഘട്ടത്തിൽ അദ്ദേഹം അറ്റാക്ക് നടത്തുകയും ഇവരെ അടിമകളായി വെക്കുകയും ചെയ്യുന്ന സാഹചര്യം. രണ്ടാമത്, റോമൻ കാലഘട്ടത്തിൽ, AD കാലഘട്ടത്തിൽ ഈ റോമൻ ചക്രവർത്തി അവരെ യഹൂദരെ അടിച്ചോൽ തകർക്കുകയും ഈ ഹൈക്കൽ, അതായത് സുലൈമാൻ നബി സ്ഥാപിച്ച മസ്ജിദുൽ അഖ്സയെ തകർക്കുകയും ക്രിസ്തീയ ദേവാലയം ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ് മസ്ജിദുൽ അഖ്സയുടെ ചരിത്രം. അത് യഹൂദരുടെ തകർച്ചയും മസ്ജിദുൽ അഖ്സയുടെ തകർച്ചയും ഒരുപോലാണ് സംഭവിക്കുന്നത്. അത് സമകാലിക മുസ്ലിങ്ങളുടെ ചരിത്രത്തിലും മസ്ജിദുൽ അഖ്സ പ്രധാനമായ വിഷയമായി വരുന്നുണ്ട്. അത് നമുക്ക് പരാമർശിക്കാം. ഇങ്ങനെ ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ് അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലേക്ക് വരുമ്പോഴാണ് ഫലസ്തീനിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച ഖുർആൻ ചർച്ച ചെയ്യുന്നത്. അത് സൂറത്ത് ഇസ്രായേലാണ്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്ന ഹൗലഹു എന്ന് പറയുന്ന ആയത്ത് ഫലസ്തീനിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ആയത്താണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജും ആദ്യം ഫലസ്തീനിലേക്കുള്ള യാത്രയും അവിടുന്ന് ആകാശാരോഹണവുമാണല്ലോ ഇസ്രാ മിഅ്റാജ്. അത് ഫലസ്തീനിൻ്റെ ഒരു ബന്ധം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ആദ്യത്തെ ഖിബല എന്ന നിലയിൽ മസ്ജിദുൽ അഖ്സ തന്നെയായിരുന്നല്ലോ. അതും ഇസ്ലാമുമായി ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഹറമുകളിൽ, ഹറം ഷെരീഫിൽ മക്കയും കാബയും മദീനയും കഴിഞ്ഞാൽ മസ്ജിദുൽ അഖ്സയാണെന്നുള്ള ഒരു പ്രാധാന്യം ഇസ്ലാമിൽ മതശാസ്ത്രപരമായി, ദൈവതത്വശാസ്ത്രപരമായി നമ്മുടെ ഒരു അഖീദയുടെ ഭാഗമാണ് മസ്ജിദുൽ അഖ്സയും ഫലസ്തീൻ വിഷയവും. അല്ലാതെ ഒരു മനുഷ്യാവകാശ പ്രശ്നമോ ഒരു നാഷണൽ ദേശീയവാദ പ്രശ്നമോ ഒരു അറേബ്യൻ പ്രശ്നമോ മാത്രമല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ അഖ്സയും അതിൻ്റെ സംരക്ഷണവും ഒരു അഖീദയുടെ ഭാഗമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞതുപോലെ അത് ബാറക്ന ഹൗലഹു, അനുഗ്രഹീതമായ സ്ഥലമാണ്. ധാരാളം പ്രവാചകന്മാരുടെ ആഗമനം സംഭവിച്ച സ്ഥലമാണ്. ഒരുപാട് പ്രവാചകന്മാർ കൊല്ലപ്പെട്ട സ്ഥലവും കൂടാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ പ്രബോധനം നടന്ന സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദസ്പർശനം ഏറ്റ സ്ഥലമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങളാൽ പരിശുദ്ധമാക്കപ്പെട്ട പ്രദേശം, മുസ്ലിങ്ങൾ നമ്മളുടെ ആദ്യത്തെ ഖിബലയാക്കപ്പെട്ട പ്രദേശം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലേക്കും നമുക്ക് ഈ ഫലസ്തീൻ്റെ ചരിത്രത്തെ ബന്ധിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം പിന്നീട് നമുക്ക് വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവും ആ ഭാഗം പിടിച്ചെടുക്കുകയും അങ്ങനെ അത് ഫലസ്തീൻ എന്ന് പറയുന്നത് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ കീഴിലേക്കായി വരികയും, എന്നാൽ അവിടെ ഒരു വളരെ സുന്ദരമായ ഒരു ചരിത്രമുണ്ട്. നമ്മൾ ഫലസ്തീനിൻ്റെ സുന്ദരമായ ചരിത്രം പറയേണ്ടതുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഫലസ്തീൻ പിടിച്ചെടുക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ മസ്ജിദുൽ അഖ്സയുടെ പൊളിഞ്ഞു കിടക്കുന്ന പശ്ചാത്തലമായിരുന്നു. ആ ഭാഗത്താണ് വൃത്തിയാക്കിയിട്ട്, അതായത് അന്നത്തെ ക്രിസ്തീയ പുരോഹിതന്മാർ അവിടെ യഹൂദന്മാരെ അധികവും ആട്ടി ഓടിച്ചിരുന്ന അവിടുത്തെ ക്രിസ്തീയ ഭരണകൂടം, റോമൻ സാമ്രാജ്യം. ആ റോമൻ സാമ്രാജ്യത്തിൽ നിന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ഫലസ്തീൻ പിടിച്ചെടുക്കുന്നത്. എന്നിട്ട് ആ ഒരു പശ്ചാത്തലത്തിൽ റോമൻ സാമ്രാജ്യത്തിന് കീഴിലുണ്ടായിരുന്ന ക്രിസ്തീയ പുരോഹിതന്മാർ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവരെ പള്ളിയിൽ നിസ്കരിക്കാൻ
അവർക്ക് റിക്വസ്റ്റ് ഇങ്ങനെ അനുവാദം നൽകുന്നുണ്ട്. പക്ഷെ ഉമർ അള്ളാഹുവിന് പറയുന്നുണ്ടല്ലോ, ഞാനെങ്ങാനും നിങ്ങളുടെ പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ചർച്ചിൽ നിസ്കരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന എൻ്റെ തലമുറ, എൻ്റെ അനുയായികൾ അതിൻ്റെ പേരിൽ കയ്യേറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊളിഞ്ഞു കിടന്ന മസ്ജിദുൽ അഖ്സയുടെ ഭാഗങ്ങൾ വൃത്തിയാക്കി അവിടെ നിസ്കരിക്കുകയും പിന്നീട് അവിടെയാണ് മസ്ജിദ് ഉമർ ഖത്താബ് എന്ന് പറയുന്ന ആ പള്ളി രൂപപ്പെടുകയും ചെയ്യുന്നത്. അതാണ് മസ്ജിദുൽ ഖിബിലി എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്ന പള്ളി. അതായത് ആലോചിച്ച് നോക്കുക, ഒരു ഫലസ്തീൻ പിടിച്ചെടുക്കുന്ന ഒരു വിജയിയായ ഒരു ഭരണകർത്താവ് ആ ജനതയോട് സ്നേഹപൂർവ്വം പെരുമാറുകയും അവരുടെ മതസ്വാതന്ത്ര്യം അംഗീകരിക്കുകയും ചെയ്യുന്നു. നമുക്കിന്നത് ഫലസ്തീനിൽ കാണാൻ പറ്റുമോ? ഇന്റർനാഷണൽ ലോയുടെ നിയമത്തിന്റെ പേരിൽ മസ്ജിദുൽ അഖ്സ തങ്ങളുടെ കയ്യിൽ വെക്കുന്ന യഹൂദന്മാർ അവിടെ സ്വതന്ത്രമായി മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ആരാധിക്കാനുള്ള അവസരം നൽകുന്നുണ്ടോ? നൽകുകയുമില്ല. കാരണം അവരുടെ ചരിത്രത്തിൽ അങ്ങനെ മതസ്വാതന്ത്ര്യം നൽകുന്ന ഒരു നിമിഷം യഹൂദന്മാരുടെ ചരിത്രത്തിൽ, ഈ ഒരു ഫലസ്തീനുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയില്ല. അങ്ങനെ അതിനുശേഷം ഇങ്ങനൊരു വളർച്ചയ്ക്ക് ശേഷം നമുക്ക് ധാരാളം ചരിത്രം കാണാം. പിന്നീട് ഒരുപാട് ഉമയ്യ കാലഘട്ടത്തിലും അബ്ബാസി കാലഘട്ടത്തിലും ഫാത്തിമി, അതുപോലെ തന്നെ മംലൂക്ക്, ഇത് ഞാൻ പറയുന്ന വിവിധ മുസ്ലിം ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലുമെല്ലാം യഹൂദന്മാരെ വിളിച്ചുകൊണ്ടുവരികയും അവർക്ക് അവകാശങ്ങൾ നൽകുകയും ക്രിസ്ത്യാനികൾക്കും അവകാശം നൽകുകയും എന്നാൽ മുസ്ലിങ്ങളുടെ ആരാധന അധികാരത്തിൻ്റെ കീഴിൽ ഫലസ്തീനെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. എന്നാൽ 1999 കുരിശ് യുദ്ധങ്ങൾ തുടങ്ങുന്നു. മുസ്ലിം നാടുകൾക്കെതിരെ ശക്തമായ അറ്റാക്കുകൾ ക്രിസ്തീയ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ഈ നമ്മുടെ വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലേക്ക്, അറബ് ഇസ്ലാമിക് ഭാഗങ്ങളിലേക്ക് ആഞ്ഞടിക്കുന്നു. അതിൻ്റെ ഫലമായി അന്നുണ്ടായിരുന്ന ഭരണകർത്താക്കൾ, ക്രിസ്തീയ ഭരണകൂടങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫാത്തിമി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ട്. ഇന്ന് ഷിയ വിഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത്. അവരുടെ കീഴിലായിരുന്നു ഫലസ്തീൻ ഉണ്ടായിരുന്നത്. അവരെ അടിച്ചോടിക്കുകയും അങ്ങനെ മസ്ജിദുൽ അഖ്സ അവരുടെ കീഴിലാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത് ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾ മസ്ജിദുൽ അഖ്സയെ കീഴടക്കിയിട്ട് എന്താണ് ചെയ്തത്? മസ്ജിദുൽ അഖ്സയെ അവരുടെ കൊട്ടാരമാക്കി മാറ്റി. ഖുബ്ബത്ത് സഹ്റയും അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ അവരുടെ കുതിരാലയമാക്കി മാറ്റി. അതുമാത്രമല്ല, അവർക്ക് അവരുടെ ഒരു ഗോഡൗൺ ആക്കി മാറ്റി. അതിലെ പല പള്ളികളും പ്രദേശങ്ങളും ഖിബിലി മസ്ജിദ് അടക്കം ഉമർ അള്ളാഹുവിൻ്റെ പണിഞ്ഞ പല മസ്ജിദും ഗോഡൗണും അതുപോലെ തന്നെ അവരുടെ ദേവാലയവും അതുപോലെ അവരുടെ കൊട്ടാരവുമാക്കി മാറ്റി. അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു. പിന്നീടാണ് 1187 സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഇവരെ പരാജയപ്പെടുത്തിക്കൊണ്ട്, ഹിത്തീൻ എന്ന് പറയുന്ന യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫലസ്തീൻ സ്വതന്ത്രമാക്കുകയും തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരികയും ഈ പറയുന്ന ക്രിസ്തീയ അടയാളങ്ങളൊക്കെ മാറ്റുകയും പരിശുദ്ധമാക്കുകയും, എത്രത്തോളം എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് റോസാപ്പൂ കൊണ്ടുള്ള വെള്ളം ഉപയോഗിച്ച് മസ്ജിദുൽ അഖ്സ വൃത്തിയാക്കി എന്നൊക്കെയാണ് സലാഹുദ്ദീൻ അയ്യൂബിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ആ ഭാഗം മുഴുവനും തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് സുന്ദരമാക്കി മാറ്റുകയും എല്ലാ ക്രിസ്തീയ അടയാളങ്ങളാക്കി മാറ്റുകയും ചെയ്തു. അതേസമയം തന്നെ ക്രിസ്ത്യാനികളുടെ പള്ളി അതിൻ്റെ ഉള്ളിൽ തന്നെ, ആ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. അവർക്കതിനുള്ള ആ ഭാഗങ്ങളിൽ ആരാധിക്കാനുമുള്ള അവകാശങ്ങൾ നൽകുന്നു. അതായത് ആരിൽ നിന്നാണോ പിടിച്ചെടുത്തത് അവർക്ക് മതത്തിനുള്ള ആരാധനയ്ക്കുള്ള അവകാശവും നൽകുന്നുണ്ട് അവരുടെ പള്ളിയിൽ, ചർച്ചിൽ. അതേസമയം തന്നെ മസ്ജിദുൽ അഖ്സയുടെ പഴയ പൂർവ്വ ഇസ്ലാമിക രീതിയിലേക്ക് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, മുമ്പ് റോമൻ സാമ്രാജ്യം അധികാരത്തിലേറിയപ്പോൾ അവിടെയുള്ള യഹൂദന്മാരെ അടിച്ചോൽപ്പിക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തിരുന്നത്. എന്നാൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി പോകാൻ താല്പര്യമുള്ളവർക്ക് വളരെ സ്വതന്ത്രമായ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അവരെ ഒന്നും പീഡിപ്പിക്കാനോ നിന്നില്ല. നമുക്കത് വ്യക്തമായി സുൽത്താൻ സലാഹുദ്ദീൻ അബിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അവിടെയുള്ള ക്രിസ്ത്യൻസിനെയും അവിടെയുള്ള യഹൂദരെയും മുഴുവൻ സംരക്ഷിച്ചു വളർത്തിയ ചരിത്രമാണ്. പിന്നീട് മംലൂക്ക് ഡൈനാസ്റ്റിയുടെ, ഈജിപ്റ്റ് കേന്ദ്രീകരിച്ച മംലൂക്ക് ഡൈനാസ്റ്റിയുടെ കാലത്തിലും സുന്ദരമായ ചരിത്രമായിരുന്നു. അതിനുശേഷം 1517 ശേഷം മസ്ജിദുൽ അഖ്സയൊക്കെ തങ്ങളുടെ കയ്യിൽ വന്ന ഉസ്മാനി ഖിലാഫത്തിന്റെ ചരിത്രവും വളരെ സുന്ദരമായ ചരിത്രമാണ്. അവിടെയുള്ള യഹൂദരെയും ക്രിസ്ത്യൻസിനെയും ഒരുപോലെ ആദരിക്കുകയും അവർക്കുള്ള മതസ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത ചരിത്രമാണ് ഇത്. 1500-കൾക്ക് മുതൽ തുടങ്ങി 1917 വരെ 17 വരെ ഉസ്മാനിയ ഖിലാഫത്തിന് കീഴിലായിരുന്നു ഈ പറയുന്ന ഫലസ്തീനും മസ്ജിദുൽ അഖ്സയും ചുറ്റുപാടുള്ള പ്രദേശം. അപ്പോഴും യാതൊരു പ്രശ്നവും ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1900-കളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ 1800-കളുടെ അവസാനത്തിൽ തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ
അയാൾ ഒരു സയോണിസ്റ്റ് ആയിരുന്നു. അതായത് ഒരു ജൂഷ് ദേശീയതയ്ക്ക് വേണ്ടി, യഹൂദ ദേശീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു തീവ്രവാദിയായിരുന്നു. അയാൾ ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതുന്നു 1875 ആ ഒരു പശ്ചാത്തലത്തിൽ. പിന്നീട് തൊട്ടടുത്ത വർഷം ലോകത്തുള്ള പലവിധ യഹൂദ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും ധനികരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആദ്യത്തെ സയോണിസ്റ്റ് കോൺഫറൻസ് ബേസിലിൽ അയാൾ സംഘടിപ്പിക്കുന്നു. അതിനുശേഷമാണ് അവിടെയാണ് ചർച്ച നടക്കുന്നത്, നമുക്കൊരു യഹൂദ രാഷ്ട്രം സ്ഥാപിക്കേണ്ടതുണ്ട്, ഒരു യഹൂദ നാഷണൽ ഹോംലാൻഡ്, ഒരു നാട് നമുക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്. പലവിധ ചർച്ചകളാണ് അന്ന് ഉയർന്നു വന്നത്. അതിൽ ചിലർ പറഞ്ഞു നമുക്ക് അർജന്റീനയിലാക്കാം, ചിലർ പറഞ്ഞു മഡഗാസ്കറിലാക്കാം, ലാറ്റിൻ അമേരിക്കൻ നാടുകളിലാക്കാം, മറ്റ് ചില ആഫ്രിക്കൻ യൂറോപ്യൻ നാടുകളെ കുറിച്ചൊക്കെ ചർച്ചയിൽ വന്നു. എന്നാൽ തിയോഡർ ഹെർസലും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ചില തീവ്രവാദികളും ചേർന്ന് അവർ പറഞ്ഞു അല്ല, നമുക്ക് ഫലസ്തീനിൽ തന്നെയാണ് സ്ഥാപിക്കേണ്ടത്. അങ്ങനെ ആ സമയത്ത് അവിടുത്തെ സുൽത്താനായിരുന്നു സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ. ഒരുപക്ഷെ ഉസ്മാനി ഖിലാഫത്തിൻ്റെ ഏറ്റവും ശക്തനും എന്നാൽ ഏറ്റവും ശക്തനായ അവസാനത്തെ ഖലീഫയുമായിരുന്നു സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ. അദ്ദേഹത്തിന് ഈ വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശക്തമായ ചാരസംഘടന ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവരുടെ നീക്കങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. ആദ്യ പ്രാവശ്യം തിയോഡർ ഹെർസൽ, ഈ സയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ, ഈ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം തടയുന്നു. രണ്ടാമത് വട്ടം അനുവാദം നൽകുന്നു. അങ്ങനെ ഇസ്താംബൂളിലെ ഖിലാഫത്തിന്റെ കൊട്ടാരത്തിൽ വരുന്നു. ഇദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്നു. സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനോട് അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഫലസ്തീനിൽ ഒരു തുണ്ട് ഭൂമി വേണം, നിങ്ങളുടെ കടങ്ങളൊക്കെ ഞങ്ങൾ മാറ്റിത്തരാം, ഇല്ലാതാക്കി തരാം, പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് തരാം. കാരണം ഉസ്മാനിയ ഖിലാഫത്ത് അന്ന് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു സമയത്താണ് അദ്ദേഹം ഹിജാസ് റെയിൽവേ എന്ന പേരിൽ ഇസ്താംബൂളിൽ നിന്ന് അറബ് നാടിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതായത് കാബയിലേക്ക്, ഹിജാസിലേക്ക് ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ ആവശ്യമായവർക്ക് എളുപ്പത്തിലുള്ള ഒരു റെയിൽവേ രൂപീകരിക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ തയ്യാറെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തിക ചിലവുകളുണ്ട്, മറ്റു പല സാമ്പത്തിക പ്രതിസന്ധികളുമുണ്ട്. ഇത് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഈ സിയോണിസ്റ്റ് നേതാക്കളും എല്ലാവരും ചേർന്നിട്ട് ഓഫറുമായി വരുന്നത്. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കി തരാം, പക്ഷേ ഫലസ്തീൻ ഞങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമി തന്നാൽ മതിയെന്ന്. പക്ഷേ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ പറഞ്ഞത്, ഫലസ്തീൻ എന്ന് പറയുന്നത്, മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ വഖഫ് പ്രോപ്പർട്ടിയാണ്. ആ മറുപടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഇത് വിൽക്കാനുള്ളതല്ല, ഒരു തുണ്ട് ഭൂമി പോലും തരില്ല എന്ന് പറയുന്നു. ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഈ മറുപടിയാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനെ അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് നീക്കാൻ കാരണമായത്. ഈ സയോണിസ്റ്റുകളും ബ്രിട്ടീഷ് സാമ്രാജ്യവും ഈ തുർക്കിയിൽ പുതുതായി ഉയർന്നു വന്ന ബെസ്റ്റ് എഡ്യൂക്കേറ്റഡ് ആയ യുവ തുർക്കികൾ എന്ന് പറയുന്ന പുതിയ വിഭാഗത്തോടെ സഹായത്തോടു കൂടി സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനെ 1909 അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. അദ്ദേഹം 1918 മരണമടയുന്നത്. അദ്ദേഹം പിന്നീട് കാണുന്നുണ്ട് ഫലസ്തീൻ എന്താണ് സംഭവിക്കുന്നത്, ഖിലാഫത്തിന്റെ തകർച്ച, ഫലസ്തീനിന്റെ തകർച്ച, മസ്ജിദുൽ അഖ്സയുടെ ആപത്തുകൾ, മുസ്ലിം നാടിന്റെ വിഘടനങ്ങളെല്ലാം കണ്ടുകൊണ്ട് വളരെ വിഷമിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് മരണമടയുന്നത്. ഇതൊക്കെയും നേരിട്ട് കാണുന്ന അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ മനസ്സിൽ നിന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലം അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ അതിൻ്റെ ഇടയിൽ പറയേണ്ട മറ്റൊരു കാര്യം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സയോണിസ്റ്റ് നേതാക്കന്മാർ യഹൂദന്മാരെ പെതുക്കെ ഫലസ്തീനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന് ആലിയ എന്നാണ് പറയാ. ജൂയിഷ് പലായനത്തിന്, ഫലസ്തീനിലേക്കുള്ള പലായനത്തിന് പറയുന്നത് ആലിയ എന്നുള്ള പദമാണ്. അവർ ശ്രമിക്കുന്നുണ്ട്. ഇത് അബ്ദുൽ ഹമീദ് രണ്ടാമൻ അറിയുകയും നിയമം മൂലം അത് നിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഫലസ്തീനിൽ ഉള്ള യഹൂദന്മാർക്ക് അവിടെ താമസിക്കാം, പുറത്തുനിന്ന് വരുന്ന യഹൂദന്മാർക്ക് അനുവാദമില്ല. കാരണം ഈ വരുന്ന പലരും ഈ സയോണിസ്റ്റ് നേതാക്കന്മാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് വരുന്നത്. അവിടെയുള്ള ഫലസ്തീനികളെ പറഞ്ഞു പറ്റിച്ച് ഭൂമി വാങ്ങുകയും അല്ലെങ്കിൽ പലവിധ തന്ത്രങ്ങളിലൂടെ ഒഴിവാക്കി ഭൂമി കൈക്കലാക്കുകയും ചെയ്തിട്ടാണ് ഈ നടപടിയൊക്കെ സ്വീകരിച്ചത്. ഇതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ സയോണിസ്റ്റുകൾ ഇദ്ദേഹത്തെ അധികാരത്തിൽ നീക്കാൻ ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് ഈ യുവ തുർക്കികൾ 1909 അവരുടെ കയ്യിലേക്ക് അധികാരം വരുന്നതോടുകൂടി അവരെന്താണ് ആദ്യം ചെയ്യുന്നത്? ഈ പറയുന്ന നിയമങ്ങളൊക്കെയും അവരെ എടുത്തു മാറ്റുന്നു. അതുകൊണ്ട് തന്നെ 1900കളോടുകൂടി യഹൂദന്മാരുടെ ഫലസ്തീനിലേക്കുള്ള പലായനം അതിശക്തമായി മാറുന്നു. എത്രത്തോളം എന്നാൽ നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് പോലും കൊച്ചിയുടെയും ചുറ്റുപാടുന്ന ഭാഗത്തും ഇന്ത്യയിലെ ബോംബെ, ത്രിപുര അങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ നിന്ന് പോലും യഹൂദന്മാർ ഫലസ്തീനിലേക്ക് യാത്രയാവുന്നു. ഫലസ്തീനികളുടെ ഭൂമിയിൽ തങ്ങളുടെ ഭൂമിയാണെന്ന് അവകാശപ്പെടുകയും
എന്നിട്ട് ഇത് ആരുമില്ലാത്ത ഭൂമി, എന്നാൽ ഞങ്ങളുടെ ഭൂമിയാണെന്ന് അവകാശപ്പെടുകയും അവിടെ അവരെ അടിച്ചോടിച്ചും കൂട്ടക്കൊല ചെയ്തും അധികാരം വാഴാൻ തുടങ്ങി. അപ്പോഴാണ് അറബ് റിവോൾട്ട് എന്ന് പറയുന്ന പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതായത് അതിനു മുമ്പ് ഒരു വേറെ വിഷയങ്ങളുണ്ട്. 1917 എന്ന് പറയുന്ന ഒരു ഡേറ്റ് നമ്മൾ ഓർത്തു വെക്കേണ്ട. ആ ഡേറ്റിലാണ് ലോർഡ് ബാൽഫർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിപ്ലോമാറ്റാണ്, സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അതായത് 1917 ഞങ്ങൾ ഈ യഹൂദന്മാർക്ക് ഉറപ്പ് നൽകുന്നു, ഫലസ്തീനിൽ അവർക്കൊരു ദേശീയ ഒരു വീട്, ഒരു ഹോംലാൻഡ് ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ആ ഉറപ്പാണ് ബാൽഫർ ഡിക്ലറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1917 സംഭവിക്കുന്നത്. അതോടുകൂടിയിട്ടാണ് ഇവർ ഈ ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും അങ്ങനെ 17 മുതൽ പിന്നീട് അങ്ങോട്ട് ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഫലസ്തീൻ പിടിച്ചെടുത്തിട്ട് അത് അവരുടെ കീഴിലേക്ക് കൊണ്ടുവരികയും അവരുടെ സഹായത്തോടു കൂടി സയോണിസ്റ്റുകൾ ഒരുപാട് യഹൂദന്മാരെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് നീണ്ട ഒരു പ്രോസസ്സായി തുടരുന്നു. 1930കളിലും 35കളിലും ഇതിനെതിരെ ശക്തമായ പോരാട്ടം ഉണ്ടാവുന്നു. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളുടെ പേരാണ് ഷെയ്ഖ് ഇസുദ്ദീൻ അൽ ഖസ്സാം. ഹമാസിന്റെ സൈനിക വിങ്ങിന്റെ പേരാണല്ലോ കത്തായിബ് ഇസുദ്ദീൻ അൽ ഖസ്സാം. അത് ഈ പണ്ഡിതന്റെ പേരാണ്. അദ്ദേഹം ശക്തമായ പോരാട്ടം നടത്തുകയും 1935 അദ്ദേഹം ഷഹീദാവുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഫലസ്തീനിന് വേണ്ടി പോരാട്ടം ഇന്നൊന്നും തുടങ്ങിയതല്ല. ഫലസ്തീനിൽ എപ്പോഴൊക്കെ വിപത്ത് അനുഭവിച്ചിട്ടുണ്ടോ അന്നൊക്കെ മുസ്ലിം ഭരണകൂടങ്ങളും ഫലസ്തീനികളും അതിനെ ചേർത്ത് നിൽക്കുകയും ആ ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി പണിയെടുക്കുകയും പോരാടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നൊന്നും തുടങ്ങിയതല്ല. ഫലസ്തീൻ്റെ ചരിത്രം രക്തപങ്കിലമായ ചരിത്രം തന്നെയാണ്, ശുഹദാക്കളുടെ ചരിത്രമാണ്. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാവുകയും പിന്നീട് അറബ് രാഷ്ട്രങ്ങളെല്ലാം അവരിൽ നിന്ന് പിന്മാറുകയും അവസാനം 1948-49 പശ്ചാത്തലത്തിൽ 48 ഇസ്രായേൽ സ്റ്റേറ്റ് ഇവരുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ സഹായത്തോടു കൂടി ഇസ്രായേൽ സ്റ്റേറ്റ് സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ 1948 എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ വംശഹത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റാണ്. അതിനാണ് നഖബ എന്ന് വിളിക്കപ്പെടുന്നത്. ഏറ്റവും വലിയ ദുരന്തം നടന്നത് 5 ലക്ഷം 7 ലക്ഷത്തിലധികം ഫലസ്തീനികളെ കൊന്നൊടുക്കുകയും അടിച്ചോടിക്കപ്പെടുകയും ചെയ്ത ദിനരാത്രങ്ങളാണ് 1948കളിലെ ദിനരാത്രങ്ങൾ. അതിനാണ് നഖബ എന്ന് വിളിക്കുന്നത്. ഒരുപാട് ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ സ്വന്തം വീടും നാടും നഷ്ടപ്പെടുകയും ഒഴിവാക്കുകയും ചെയ്യുന്നു. പലരും അതിന് പ്രതിരോധിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അറബ് രാഷ്ട്രങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഭീഷണിക്കെതിരെ പൊരുതണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഈജിപ്തിൻ്റെയും സിറിയയുടെയും നേതൃത്വത്തിൽ 1948-49 മുതൽ നീണ്ട ആദ്യത്തെ അറബ് ഇസ്രായേൽ വാർ ഉണ്ടാവുന്നു. പക്ഷേ ആ യുദ്ധത്തിൽ ശക്തമായ പരാജയമാണ്. ഇവ തമ്മിലുള്ള വിള്ളലുകൾ കാരണം പരാജയം നേരിടുകയും ഇസ്രായേൽ ജയിക്കുകയും ചെയ്യുന്നു. വീണ്ടും അടുത്ത യുദ്ധമുണ്ടാകുന്ന 1956. അത് ഈജിപ്തുമായിട്ടാണ് യുദ്ധമുണ്ടാവുന്നത്. അത് സൂയസ് കനാലുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. സൂയസ് കനാലിൻ്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അങ്ങനെ ഈജിപ്തും ആ യുദ്ധത്തിൽ പരാജയപ്പെടുന്നു. വീണ്ടും ഇസ്രായേൽ ജനിക്കുന്നു. 1967 അടുത്ത മൂന്നാമത്തെ യുദ്ധമുണ്ടാകുന്നു. 67 അതാണ് 6 ഡേ വാർ എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർ. ആ യുദ്ധത്തിലാണ് ഇന്നത്തെ വെസ്റ്റ് ബാങ്കും അതുപോലെ തന്നെ ഗൂലാൻ കുന്ന് അതുപോലെ തന്നെ ഗസ അടക്കമുള്ള പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപക്ഷെ ഫലസ്തീനി ചരിത്രം പറയുമ്പോൾ 1967 അതിർത്തി അത് വെച്ചുകൊണ്ട് ഫലസ്തീനിലെ ഒരു രാഷ്ട്രം രൂപീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് പൊതുവെ പറയാറുണ്ടല്ലോ. അത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ഈ യുദ്ധത്തിന് മുമ്പുള്ള ഫലസ്തീൻ എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്ക് അതുപോലെ തന്നെ ഗസ, ഈസ്റ്റ് ജെറുസലേം, മസ്ജിദുൽ അഖ്സ അടക്കമുള്ള പ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ഫലസ്തീൻ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു സ്വപ്നം ആ ഒരു സമയത്ത് അറബ് സ്റ്റേറ്റുകളും ഫലസ്തീനുകളും സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 60കളോടുകൂടി ഈ ഒരു ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പോരാട്ട സംഘടനകൾ ശക്തമാവുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഫതഹ് എന്ന് പറയുന്ന യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട സംഘടന. യാസർ അറഫാത്ത് ആ ഒരു സാഹചര്യത്തിൽ രൂപപ്പെട്ട പലവിധ പോരാളി സംഘടനകളെയും ഒരുമിച്ചുകൊണ്ട് പലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ എന്ന പേരിൽ PLO എന്ന് പറയുന്ന ഒരു കുടക്കീഴിലുള്ള ഒരു സംഘടന അദ്ദേഹം ഉണ്ടാക്കി. അതായത് ഒരുപാട് സംഘടനകൾ ഒന്നിച്ചുള്ള വിഭാഗമായിരുന്നു. ഈ PLOയെ തുരത്തുവാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് യുദ്ധങ്ങൾ പിന്നീട് ഇസ്രായേൽ നടത്തുന്നുണ്ട്. 1973 ഈജിപ്തുമായി അടുത്ത യുദ്ധം ഉണ്ടാവുന്നു. ആ യുദ്ധത്തിലും ഈജിപ്ത് പരാജയപ്പെടുകയും ഇസ്രായേൽ ജയിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി
1970 ജമാൽ അബ്ദുൽ നാസർ മരിക്കുന്നതോടുകൂടി ഈജിപ്റ്റ് തകർന്നടിയുന്നു. ഈജിപ്റ്റ് ഇനി യുദ്ധം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതാവുന്നു. 73 യുദ്ധത്തിലും പരാജയപ്പെടുന്നു. അതിനുശേഷം ആ സമയത്ത് പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഈജിപ്തിന്റെ പ്രസിഡന്റായിരുന്ന അൻവർ സാദാത്ത് ഇനി എന്നാൽ നമുക്ക് ഉടമ്പടി ചെയ്യാമെന്ന പേരിൽ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്യുകയും അതുവരെ ഇസ്രായേൽ വിരുദ്ധ യുദ്ധ മുന്നണിയിലെ നേതാവായ ഈജിപ്റ്റ് ആയുധം താഴെ വെക്കുകയും ഇസ്രായേലിന് മുമ്പിൽ കുമ്പിടുകയും ചെയ്യുന്ന സംഭവം ഉണ്ടാവുന്നു. അങ്ങനെ 79 പീസ് ഇതുണ്ടാവുകയും അതിന് നോബൽ പ്രൈസ് അൻവർ സാദാത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. ആലോചിച്ച് നോക്കുക, ഇസ്രായേലുമായി ഉടമ്പടി ചെയ്യുന്നതിന് നോബൽ പ്രൈസ് അൻവർ സാദാത്തിന് ലഭിക്കുന്ന ചരിത്രവും ഉണ്ടാവുന്നു. പക്ഷേ ഈ ഒരു സന്ധി പ്രഖ്യാപനത്തിൽ ഈജിപ്തിലാകെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും 81-80 പശ്ചാത്തലത്തിൽ ഒരു സൈനിക പരേഡ് നടക്കുമ്പോൾ ഒരു സൈനികൻ തന്നെ അൻവർ സാദാത്തിനെ വധിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ തന്നെ ജനറൽ ആയിരുന്ന ഹുസ്നി മുബാറക്ക് അന്ന് അധികാരത്തിലേറുന്നു. ആ ഹുസ്നി മുബാറക്ക് നീണ്ട 30 വർഷത്തിന് ശേഷം അറബ് സ്പ്രിങ്ങിന്റെ പശ്ചാത്തലത്തിലാണ് അധികാരത്തിൽ നിന്ന് മാറുന്നത്. അതൊക്കെയും നീണ്ട 80കൾക്ക് ശേഷം 2012-13 കാലങ്ങളിലാണ് ഹുസ്നി മുബാറക്ക് അധികാരത്തിൽ നിന്ന് മാറുന്നത്. അത്രയും നീണ്ട വർഷത്തെ ഏകാധിപത്യ ഭരണമായിരുന്നു ഹുസ്നി മുബാറക്കും ചെയ്യുന്നത്. ഹുസ്നി മുബാറക്കും ഒരു തരത്തിൽ ഇസ്രായേലുമായിട്ടുള്ള ഒരു മാപ്പസാക്ഷി നിലപാടായിരുന്നു. ഇതിന്റെ അതേ പശ്ചാത്തലത്തിൽ ജോർദാനും ഇസ്രായേലുമായി ചില കരാറുകൾ ചെയ്യുന്നു, ചുറ്റടുക്കമുള്ള രാഷ്ട്രങ്ങളും ചില കരാറുകൾ ചെയ്യുന്നു. അങ്ങനെ ഈ നീണ്ടു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് 1987 ഒരു ഘട്ടത്തിൽ ഫലസ്തീനികൾക്കെതിരെ ശക്തമായ അറ്റാക്ക് ഇസ്രായേൽ നടത്തുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഫലസ്തീനി സംഘടനകൾ ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്നു. ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന പേരിലുള്ള മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്നു. ആ മൂവ്മെന്റിന്റെ പശ്ചാത്തലത്തിലാണ് ഹമാസ് എന്ന് പറയുന്ന ഹറക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഇസ്ലാമിക പോരാട്ട സംഘടന രൂപപ്പെടുന്നത്. ഷെയ്ഖ് അഹമ്മദ് യാസിൻ്റെയും അബ്ദുൽ അസീസ് രന്തീസിയുടെയും അതുപോലെ അയ്യാഷിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ആ സംഘടന രൂപം കൊള്ളുന്നത്. ആ പോരാട്ടം എന്തിനായിരുന്നു? ഇന്തിഫാദ എന്തിനായിരുന്നു? കാരണം അതുവരെ ലോക ജനതയ്ക്ക് മുമ്പിൽ ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരു പ്രാദേശിക വിഷയം, ഫലസ്തീനികളുടെ ഒരു ദേശീയവാദ പ്രശ്നം, അറബികൾക്കോ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കോ ഒരു താല്പര്യമില്ലാത്തിരുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ലോക ജനതയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് ഈ പറയുന്ന ഇന്തിഫാദ. അതിനു മുമ്പ് മറ്റൊരു നിമിഷം കൂടെ പറയുന്നത്, നമ്മൾ മസ്ജിദുൽ അഖ്സയുടെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് 1969 മസ്ജിദുൽ അഖ്സയിലെ പള്ളി കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. കാരണം അത് പറയേണ്ടതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഈ മസ്ജിദുൽ അഖ്സ തകർത്തിട്ട് അവിടെയുള്ള ഖുബ്ബത്തു സഖ്റയും തകർത്തിട്ട് ഒരു മൂന്നാമത്തെ ടെമ്പിൾ, മൗണ്ട് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ മന്ദിരം ഉണ്ടാക്കുവാൻ സയോണിസ്റ്റുകൾ പണ്ട് മുതലേ ആഗ്രഹിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തുന്നു. അടിയിൽ ഖനനങ്ങൾ നടത്തുന്നു. ഹൈക്കൽ സുലൈമാനിയുടെ ബാക്കി ഭാഗങ്ങൾ, അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു. അതിൻ്റെ ഭാഗമായി അക്സയ്ക്ക് വിള്ളലുകൾ വീഴുന്നു. അങ്ങനെ 1969 ഒരു സയോണിസ്റ്റ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി മസ്ജിദുൽ അഖ്സയിൽ വെച്ചിരുന്ന നൂറുദ്ദീൻ സംഘി, അദ്ദേഹത്തിൻ്റെ തന്നെ മെന്റർ ആയിരുന്ന നൂറുദ്ദീൻ സംഘിയുടെ ഒരു മിമ്പർ കത്തിച്ചു കളയുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, ഏകദേശം 8-9 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മിമ്പറായിരുന്നു ആ ഒരു കത്തിക്കലൂടെ നഷ്ടപ്പെടുന്നത്. അതും കൂടെ ചേർത്ത് വായിക്കണം. ആ ഒരു പശ്ചാത്തലത്തിലാണ് OIC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയുന്ന ഒരു വലിയ അന്താരാഷ്ട്ര സംഘടന പോലും രൂപപ്പെടുന്നത് ഇതിൻ്റെ പേരിലാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ മൗലാന മൗദൂദി സാഹിനെ അഖ്സ എന്ന് പറയുന്ന ഫലസ്തീൻ പ്രശ്നം എന്ന പേരിൽ ഒരു ബുക്ക് പോലും എഴുതുന്നത് നമുക്ക് കാണാം. ഈ ഒരു വിഷയത്തിനെ ലോക ജനതയ്ക്ക് മുമ്പിൽ ശ്രദ്ധ വരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രചന പോലും നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ കാണാം. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ ഇന്തിഫാദ ഉണ്ടാവുകയും ലോകരെ വീണ്ടും ഫലസ്തീൻ വിഷയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്തിഫാദയുടെ ഗുണം. നമുക്കറിയാം, ഫലസ്തീനികളുടെ ഏതൊരു പോരാട്ടവും ഫലസ്തീനികൾക്ക് തന്നെ ഭൗതികമായ നഷ്ടമുണ്ടാവും. അവരുടെ സാമ്പത്തിക നഷ്ടം, അവരുടെ ജീവനഷ്ടം, അവരുടെ പ്രദേശനഷ്ടം ഇതൊക്കെയും സംഭവിക്കുമെങ്കിൽ പോലും ലോക ജനതയെ ഫലസ്തീൻ എന്ന് പറയുന്ന ഇഷ്യൂവിലേക്ക് കൊണ്ടുവരാൻ ഇന്തിഫാദയ്ക്ക് കഴിഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹമാസിന്റെ ഉയർച്ച ഉണ്ടാവുന്നത്. എന്നാൽ PLO, ഇതുവരെ പോരാട്ട മുന്നണിയിലുണ്ടായിരുന്ന PLO ആയുധം താഴെ വെക്കുകയും 1993 ഓസ്ലോ അക്കോർഡ്സിൽ ഒപ്പുവെക്കുകയും ഇസ്രായേലുമായി ഒപ്പുവെക്കുകയും ചെയ്യുന്നു. ആ ഒരു ഉടമ്പടിയുടെ ഭാഗമായി വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നതിൻ്റെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ഇസ്രായേലിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു.
ബാക്കി അവർക്ക് ഭരിക്കാമെന്ന് പറയുന്ന ഒരു ഒരു വാക്കും നൽകുകയും ചെയ്യുന്നു. എന്നാൽ നോക്കുക, ഇന്ന് വെസ്റ്റ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ അനക്സേഷൻ കുടിയേറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അവിടെ പിടിച്ചെടുക്കൽ നടത്തുന്നത് വെസ്റ്റ് ബാങ്കിലാണ്. ആരും ചോദ്യം ചെയ്യുന്നില്ല. അവിടെ ആരെങ്കിലും, ഏതെങ്കിലും ഒരു പയ്യൻ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഒരു ഇസ്രായേലി സൈന്യത്തിനെതിരെ കല്ലെറിഞ്ഞാൽ അവനെ പിടിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്തം ഈ PLOയുടെ ഫത്തഹിന്റെ സൈന്യത്തിനാണ്, പോലീസിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അങ്ങനൊരു അവസ്ഥ ഉണ്ടായിത്തീർന്നു. ഒരു സ്വയം അവരുടെ അഭിമാനം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം. അപ്പം ഇങ്ങനെയുള്ളൊരു ഈ ഒരു അഭിമാന നഷ്ടത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഹമാസ് രംഗപ്രവേശനം ചെയ്യുന്നതും ഫലസ്തീനികളുടെ മുഴുവൻ ഒരു അഭിമാനമായി ഹമാസ് മാറുകയും ചെയ്യുന്നത്. വീണ്ടും 1995 രണ്ടാമത്തെ ഓസ്ലോ അക്കോർഡ്സിൽ യാസർ അറഫാത്ത് ഒപ്പിടുകയും, അതായത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു നിസ്വാർത്ഥനായ മനുഷ്യനായിരുന്നു, ഫലസ്തീനുടെ മോചനത്തിന് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന മസ്ജിദുൽ അഖ്സ, ഗസ, വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള ഒരു പ്രദേശങ്ങളിൽ ഫലസ്തീനികൾ സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു അതിൻ്റെ ലക്ഷ്യമെങ്കിൽ പോലും നമുക്കറിയാം ആരോടാണ് കരാർ ചെയ്യുന്നത്? ഇസ്രായേലിനോടാണ്. അവർ നിലനിർത്തിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ 2000 വീണ്ടും രണ്ടാം ഇൻതിഫാദ ഉണ്ടാവുന്നു. ശക്തമായ അറ്റാക്ക് അവർക്കെതിരെ ഉണ്ടാവുന്നു. ലോക ജനതയിലേക്ക് ഫലസ്തീനികൾ നേരിടുന്ന ഈ പീഡനം, മർദ്ദന പരമ്പര ലോക ജനതയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് 2005 ഫലസ്തീനി ഈ സംഘടന എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഇലക്ഷനെ കുറിച്ചുള്ള ചർച്ച ഉണ്ടാവുന്നു. ആ ചർച്ചയിൽ അവർ തീരുമാനിച്ചത് ഈ ഫത്തഹും ഹമാസും ബാക്കിയുള്ള എല്ലാ സംഘടനയും ചേർന്ന് ഇലക്ഷൻ നടത്തുന്നു. പക്ഷേ നോക്കേണ്ടത്, ലോകങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള പല ഭാഗങ്ങളും തീവ്രവാദിയായി പ്രഖ്യാപിച്ച ഹമാസിനാണ് ഭൂരിപക്ഷം കിട്ടുകയും അങ്ങനെ ഇസ്മായിൽ ഹനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയും അവിടെ ഒരു ഭരണകൂടം ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേൽ ഇടപെടുകയും ഫത്തഹിൻ്റെയും ഹമാസിൻ്റെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും 2006 തന്നെ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്തോടുകൂടി ഹമാസ് ഗസയിൽ കേന്ദ്രീകരിക്കുകയും വെസ്റ്റ് ബാങ്ക് ഫത്തഹിൻ്റെ കയ്യിലാവുകയും ചെയ്യുന്നു. അതാണ് ഇന്ന് നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു പശ്ചാത്തലം ഉണ്ടാവുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രായേലിന് സ്വതന്ത്രമായി അവരുടെ അധികാര പരിധിയിലുള്ളതാണ് വെസ്റ്റ് ബാങ്ക്, അവർക്ക് സ്വതന്ത്രമായി വ്യവഹരിക്കാം. എന്നാൽ ഗസയിലേക്ക് അവർക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ വർഷവും ഗസയിലേക്ക് അവർ ബോംബിടും, ഒരുപാട് പേരെ കൊല്ലും. നമ്മൾ ആലോചിക്കേണ്ടത്, എന്തിനായിരുന്നു തൂഫാനുൽ അഖ്സ നടന്നത്? ഇതുകൊണ്ടാണ്. സ്വതന്ത്രമായ ഫലസ്തീനികളുടെ ജീവിതത്തിന് ഹാനി വരുത്തുന്ന, ഉപദ്രവിക്കുന്ന, നാശം വരുത്തുന്ന അവർക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു തൂഫാനുൽ അഖ്സ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചരിത്രം മുഴുവനും പറയുന്നത്. അതല്ലാതെ 2023 ഒക്ടോബർ 7 തുടങ്ങിയതല്ല ഈ പ്രശ്നം. അത് തുടങ്ങുന്നത് ഇതിനു മുമ്പെയാണ്. അത് തുടങ്ങുന്നത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ സ്ഥാനത്യാഗത്തോടു കൂടിയിട്ടാണ്. അത് ഇവരുടെ യഹൂദന്മാരുടെ വരവോട് കൂടിയിട്ടാണ്. ഈ ബാൽഫർ ഡിക്ലറേഷന്റെ പശ്ചാത്തലത്തിലാണ്. അതുപോലെ തന്നെ ഇസുദുൽ ഖസ്സാമിന്റെ പോരാട്ട ചരിത്രം അതിന്റെ ഭാഗമാണ്. 1948 ഇസ്രായേൽ സ്റ്റേറ്റിന്റെ രൂപീകരണം അതിന്റെ ഭാഗമാണ്. അതിനുശേഷം നടന്ന അറബ് രാഷ്ട്രങ്ങളുടെ ഈ പോരാട്ടങ്ങളെല്ലാം അതിന്റെ ഭാഗമാണ്. ഇതൊക്കെയും ഫലസ്തീനികളുടെ പോരാട്ടത്തിന്റെ ഒരു പിന്തുടർച്ച മാത്രമാണ് തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന ആ ഒരു നീക്കം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ മധ്യത്തിൽ 1920കളിൽ ഡൊണാൾഡ് ട്രംപിന്റെ മറ്റേൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ പറയുന്ന GCC നാടുകൾ ഇസ്രായേലുമായി പുതിയൊരു കരാറിൽ ഒപ്പിടുന്നു. അതിനാണ് അബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഫലസ്തീനി സംഘങ്ങളുടെയും സാന്നിധ്യമില്ലാതെ, ഒരു നേതാവിൻ്റെയും സാന്നിധ്യമില്ലാതെ ഫലസ്തീനികളുടെ പേരിൽ ഈ GCC നാടുകളും ഇസ്രായേലും തമ്മിലുള്ള കച്ചവട ഇടപാടിനെ ഫലസ്തീനികളുടെ പേരിൽ നടത്തുന്ന ഉടമ്പടിയായിരുന്നു അബ്രഹാം അക്കോർഡ്സ്. ഫലസ്തീനികൾക്ക് നഷ്ടമായിരുന്നു. അബ്രഹാം അക്കോർഡ്സിന്റെ പ്രധാന ഒരു നിബന്ധനയായിരുന്നു വെസ്റ്റ് ബാങ്കിലുള്ള അവരുടെ ഈ കുടിയേറ്റം നിർത്തുമെന്നുള്ളത്. ഈ അധിനിവേശം നിർത്തുമെന്നുള്ള ഒരു പ്രധാന ഉടമ്പടിയായിരുന്നു. എന്നാൽ ഒപ്പിട്ട് തൊട്ടടുത്ത ആഴ്ച തന്നെ നെതന്യാഹു പറഞ്ഞത്, ഞങ്ങളത് നിർത്താൻ പോകുന്നില്ല, ഇപ്പോഴും അത് തുടരുമെന്ന്. ആലോചിച്ച് നോക്കാം, ഇപ്പോൾ അവസാനം നടന്ന ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടിയിൽ പോലും അറ്റാക്ക് നിർത്തുമെന്നും തിരിച്ചു പോകുമെന്നാണല്ലോ. പക്ഷെ ഇന്നും ഇന്നലെയായി നമ്മൾ കേൾക്കുന്നത് എന്താണ്? വീണ്ടും അവിടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഏത് ഘട്ടത്തിലാണ് ഇസ്രായേൽ അവരുടെ വാക്കുകൾ പാലിച്ചിട്ടുള്ളത്? അപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ, GCC നാടുകൾ അവരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടി ഫലസ്തീനികളെ ബലിയാക്കുകയായിരുന്നു അബ്രഹാം അക്കോർഡ്സിലൂടെ ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഈ സൗദി അറേബ്യ പോലും ഒപ്പിടാൻ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് 2023 ഒക്ടോബർ 7 ഈ തൂഫാനുൽ അഖ്സ സംഭവിക്കുന്നത്.
മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. എന്തിനാണ് ഫലസ്തീനികൾ ഹമാസ് ഈ ഇസ്രായേലികളെ ബന്ദിയായി പിടിക്കുന്നത്? നമ്മൾ അതിൻ്റെ ചരിത്രം അറിയേണ്ടതുണ്ട്. ഫലസ്തീനികളെ ഈ ഇസ്രായേലികളെ ബന്ദിയായി പിടിക്കുന്നത് ഇന്നൊന്നും തുടങ്ങിയതല്ല. PLO യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ ബന്ദിയായി പിടിച്ചിട്ട് ഒരുപാട് ഫലസ്തീനികളെ മോചിപ്പിച്ച ചരിത്രമുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള നാഷണലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, വിവിധ പ്രത്യയശാസ്ത്ര പശ്ചാത്തലത്തിലുള്ള സംഘടനകളും ഇസ്രായേലി സൈന്യത്തെ ബന്ദിയായി പിടിക്കുകയും ഫലസ്തീനികളെ മോചിപ്പിച്ച ചരിത്രവുമുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഹമാസും ചെയ്യുന്നത്. ഹമാസ് ചെയ്തത് കൊണ്ട് പ്രശ്നമാവുകയും ബാക്കിയുള്ളവർ ചെയ്തൊന്നും പ്രശ്നമല്ലാതായിരിക്കും ചെയ്യുക എന്നത് സൂക്ഷിക്കണം. മറ്റൊന്ന്, ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം, ഹമാസ് മാത്രമാണ് പോരാട്ട രംഗത്തുള്ളത് എന്നത് തെറ്റാണ്. കാരണം 10ഓളം ഗസയിലെ ഉണ്ടായിരുന്ന സംഘടനകളുടെ നേതൃത്വമാണ് ഹമാസ് ചെയ്യുന്നത്. അത് അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന സംഘടനയുണ്ട്, അവിടെ സലഫി പ്രസ്ഥാനത്തിന്റെ പോരാട്ട സംഘടനകളുണ്ട്, ലെഫ്റ്റ് നാഷണലിസ്റ്റ് മൂവ്മെന്റുകളുടെ സംഘടനകളുണ്ട്. ഇതെല്ലാത്തിൻ്റെയും കൂടെ നീണ്ട കാലം നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഒക്ടോബർ 7, 2023 സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഹമാസിന്റെ മാത്രം നീക്കമല്ല, ഗസയിലെ എല്ലാ മൂവ്മെന്റുകളുടെയും നീക്കമായിരുന്നു. ഹമാസ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ദ്വയമുണ്ടാക്കുന്നത് തെറ്റാണ്. അത് ഇസ്രായേലിന്റെ ഒരു വായനയാണ്. പകരം അത് ഫലസ്തീനെതിരെ അറ്റാക്ക് ചെയ്യുകയാണെന്ന് ആലോചിച്ച് നോക്കുക. ഈ ഗസയെ അറ്റാക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേൽ എന്തിനാണ് വെസ്റ്റ് ബാങ്കിൽ അറ്റാക്ക് ചെയ്യുന്നത്? കാരണം അവർക്ക് ഈ തങ്ങളെ അറ്റാക്ക് ചെയ്തത് കൊണ്ട് തിരിച്ചറ്റാക്ക് ചെയ്യുക എന്നതായിരുന്നില്ല. ഫലസ്തീൻ മുഴുവൻ തങ്ങളുടെ കയ്യിലേക്ക് വരിക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഘർഷം തന്നെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തൂഫാനുൽ അഖ്സ എന്ന് പറയുന്നത് അത് ഹമാസിന്റെ മാത്രമല്ല, ഗസക്കാരുടെ എല്ലാ പോരാട്ട സംഘടനകളുടെയും ഏകോപിച്ചിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആലോചിച്ച് നോക്കുക, ഇത്രയും നീണ്ടു നിൽക്കുന്ന 2 വർഷത്തിൽ ഫലസ്തീനികളെ ആരെങ്കിലും, ചില ഗ്യാങ്ങുകളെ ഇസ്രായേലിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു, അവർക്കെതിരെ ഇപ്പോൾ ഹമാസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഫലസ്തീനികൾ ആരെങ്കിലും ഇവരെ ഒറ്റുകൊടുത്തിട്ടുണ്ടോ? ഈ തുരങ്കങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കാരണം ഈ ഫലസ്തീനികൾക്കൊപ്പമാണ്, ഈ പോരാട്ട സംഘടനകൾക്കൊപ്പമാണ് എല്ലാവരും. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പോരാളി സംഘടനകൾ എല്ലാവരും ഇസ്ലാമിൻ്റെ ആശയം പേറുന്നവരല്ല. നാഷണലിസ്റ്റ്, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുമുണ്ട്. നമ്മൾ ഗസ എന്ന് പറയുമ്പോൾ ഈമാനും ഇസ്ലാമൊക്കെ സംസാരിക്കുമ്പോഴും ഇതുമല്ലാത്ത സോഷ്യലിസ്റ്റ്, മാർക്സിസ്റ്റ്, ലെഫ്റ്റിസ്റ്റ് പോരാട്ട സംഘടനകളും ഈ പറയുന്ന പ്രതിരോധ മാർഗത്തിലുണ്ട്. അപ്പോൾ അവർക്ക് ഫലസ്തീൻ എന്ന് പറയുന്ന അവരുടെ ജന്മസ്ഥലത്തിന്റെ അവകാശമാണ്. ഹമാസിനും ഇസ്ലാമിക് ജിഹാദിനെ പോലുള്ള സംഘടനകൾ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോരാടുന്നതെങ്കിൽ ബാക്കിയുള്ള സംഘടനകൾക്ക് അവരുടെ ദേശത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. അപ്പൊ എല്ലാവർക്കും അവരുടേതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏകോപിച്ച് ഒറ്റ കിടക്കീഴിൽ ഹമാസിന് അവരെ ഒന്നിച്ചു കൊണ്ടുവരുവാനും ഈ നീണ്ട 2 വർഷക്കാലം പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രത്തോളം അവർ വിജയിക്കാൻ കഴിഞ്ഞു. നോക്കുക, യഹ്യ സിൻവാർ ഹമാസിന്റെ ഷഹീദായ നേതാവായിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ബന്ദി കൈമാറ്റത്തിന് സന്ധി വരാത്തിടത്തോളം കാലം ഹമാസിനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതായത് ഇസ്രായേൽ തങ്ങളുടെ കാലിലേക്ക് വരുമെന്ന് അദ്ദേഹം അന്ന് പ്രവചിച്ചിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏകദേശം കുറച്ച് ഇസ്രായേലുകൾക്ക് വേണ്ടി പിന്നെ 1000കണക്കിന് 2000കണക്കിന് ഫലസ്തീനികളെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ മോചിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഫലസ്തീനി നേതാക്കന്മാരെ മോചിപ്പിക്കാൻ കഴിഞ്ഞു. അതിന് ശ്രദ്ധിക്കേണ്ടത്, ഹമാസിന്റെ നേതാക്കന്മാരെ അല്ല ഹമാസ് മോചിപ്പിക്കുന്നത്. അത് PLOയുടെ നേതാക്കന്മാരെ, ഫതഹിന്റെ നേതാക്കന്മാരെ, അതായത് നാഷണലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, ഒരിക്കലും ഇസ്ലാമുമായി പ്രത്യേകിച്ച് ആശയബന്ധമൊന്നും ഇല്ലാത്ത ആൾക്കാരെയാണ് പ്രത്യേകം പേരെടുത്ത് മോചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ വർഷം നടന്ന പീസ് ട്രീറ്റിയിലും നമുക്കത് കാണാം. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഒരു ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ആശയത്തിന്റെ പേരിൽ മാത്രമല്ല, ഫലസ്തീനികളുടെ അവകാശ സംരക്ഷണമാണ് ഹമാസ് അടക്കമുള്ള ഈ മൂവ്മെന്റുകൾ തൂഫാനുൽ അഖ്സ ചെയ്തതിലൂടെ സംഭവിച്ചത്. ഇന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ ഫലം എന്താണ്? നമുക്കറിയാം, നൂറ്റാണ്ടുകളായി ഫലസ്തീനികൾ കൊല്ലപ്പെടുന്നു. അത് മാത്രമല്ല, അവർക്ക് ഭൗതിക നഷ്ടമുണ്ടാവുന്നു. എന്നിട്ടും അവർ പോരാട്ടം അവസാനിപ്പിച്ചോ? ഇല്ല. കാരണം പോരാട്ടം തുടരേണ്ടത് തന്നെയാണ്. അത് അവർ തുടരുക തന്നെ ചെയ്യും. അത് തൊട്ടടുത്തുള്ള രാഷ്ട്രങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, ഫലസ്തീനികൾ അവരുടെ നാടിന് വേണ്ടി പോരാടുമെന്നാണ് ഈ പോരാട്ടത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ അറബ് മുസ്ലിം നാടുകൾ നിശബ്ദമാണ്. ആ നാടുകൾ ഈ ഫലസ്തീന് വേണ്ടി പ്രതിഷേധങ്ങളില്ല. പ്രതിഷേധങ്ങൾ എവിടെയാണ്? യൂറോപ്യൻ, അമേരിക്കൻ നാടുകളിലാണ്, ലോകമെമ്പാടുമാണ്. അറേബ്യൻ നാടുകൾ എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കുന്നത്? കാരണം
ഫലസ്തീന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് അവർ റോഡുകൾ പാതകൾ തുറന്നു കൊടുക്കുകയാണെങ്കിൽ അവരുടെ തന്നെ അധികാരത്തിന് അത് ഭീഷണിയായി മാറുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഫലസ്തീനിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധങ്ങൾ പോലും ഈ അറബ് രാഷ്ട്രങ്ങൾ അനുവദിക്കാത്തത്. എന്നാൽ യൂറോപ്യൻ നാടുകൾക്ക് ആ പ്രശ്നമില്ലല്ലോ. യൂറോപ്യൻ നാടുകളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ഒട്ടുമിക്ക യൂറോപ്യൻ നാടുകളും ഫലസ്തീൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ നിയമപരമായി അംഗീകരിക്കുകയും ഈ യൂറോപ്യൻ നാടുകളിൽ നിന്ന് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഫലസ്തീനിലേക്ക് മനുഷ്യാവകാശ പ്രവർത്തന ഭാഗമായി ബോട്ടുകളിൽ യാത്ര തിരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളും കൂടിയാണ് കാണുന്നത്. ഈ തരത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനസോയിഡ് സ്റ്റേറ്റ് ആണെന്നും ഒരു വംശഹത്യ നടത്തുന്ന സ്റ്റേറ്റ് ആണെന്നും ഒരു എത്നിക് ക്ലെൻസിങ് നടത്തുന്ന ഒരു സ്റ്റേറ്റ് ആണെന്നും അവരൊരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും ഇവർ ക്രൂരന്മാരാണെന്നും ലോക ജനതയ്ക്ക് ശക്തമായി വ്യക്തമായി കഴിഞ്ഞു. അതാണ് ഈ തൂഫാൻ അൽ-അഖ്സയുടെ പ്രധാന വിജയം. അതുപോലെ തന്നെ ഫലസ്തീനികൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടെന്നും അവർക്കൊരു സ്റ്റേറ്റ് വേണമെന്നും ലോക ജനത മുഴുവൻ അംഗീകരിച്ചു. അതാണ് മറ്റൊരു വിജയം. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഇസ്രായേലിനെതിരെ ശക്തമായ നീക്കം നടത്തുകയും അവരുടെ ഈ കച്ചവടങ്ങൾ ബഹിഷ്കരിക്കുകയും ഒരുപാട് കച്ചവട സ്ഥാനങ്ങൾ പൂട്ടിപ്പോവുകയും ചെയ്തു. അതാണ് മറ്റൊരു വിജയം. അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് ധാരാളം ആയിരക്കണക്കിന് ആൾക്കാർ ദിനംപ്രതി അവിടുന്ന് അവരവരുടെ സ്വന്തം നാടുകളിലേക്ക് യാത്രയാവുന്നു. അതാണ് മറ്റൊരു വിജയം. ഇസ്രായേലിന്റെ ഉള്ളിൽ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാവുന്നു, അത് അവർക്ക് നിവർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു. അതാണ് മറ്റൊരു വിജയം. അതിൻ്റെ കൂടെ തന്നെ ഈ നെതന്യാഹു എന്തുകൊണ്ടാണ് നിരന്തരം യുദ്ധം ചെയ്യുന്നത്? നെതന്യാഹു എങ്ങാനും യുദ്ധം നിർത്തുകയാണെങ്കിൽ അയാൾക്കെതിരെയുള്ള അഴിമതി കേസുകളും പ്രശ്നങ്ങളും ശക്തമാവുകയും അയാൾ അവസാനം ഇന്റർനാഷണൽ കോടതിയുടെയും പലവിധ കോടതി മുമ്പിൽ കുറ്റം വാളിയായി പ്രഖ്യാപിക്കുകയും ജയിലടക്കപ്പെടുകയും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അത് ഒഴിവാക്കുവാനായി നിരന്തരം യുദ്ധത്തിലൂടെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കുവാനാണ് അയാൾ ശ്രമിക്കുന്നത്. അതും കൂടാണ്, അത് ഡൊണാൾഡ് ട്രംപിന് അറിയാം. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അവസാനം ഇസ്രായേലി പാർലമെന്റിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റിനോട് പറഞ്ഞത് ഇയാൾക്കെതിരെയുള്ള അഴിമതി കേസ് ഒഴിവാക്കി കൊടുത്ത് വിട്ടൂടെ എന്ന് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഞാൻ പറഞ്ഞത് എന്തു തന്നെയാണെങ്കിലും ഫലസ്തീനികളുടെ ഈ പോരാട്ടത്തെ വളരെ ശക്തമായി പിന്തുണയ്ക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒരു മനുഷ്യാവകാശ ബോധമുള്ള, അതുപോലെ തന്നെ ഇസ്ലാമിക ബോധമുള്ള, അതുപോലെ തന്നെ മാനുഷിക ബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ പോരാട്ടത്തെ പിന്തുണച്ചുകൊണ്ട് ഏത് വഴിയിലൂടെ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ വഴിയിലൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോരാട്ടത്തെ സഹായിക്കുകയും ചെയ്യാവുന്നതാണ്. കാരണം ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ പോളിസി പോലും ഫലസ്തീനൊപ്പമാണ്. ഇന്ത്യ രൂപപ്പെട്ടതിന് ശേഷം ഗാന്ധി അടക്കമുള്ള ആൾക്കാർ ഫലസ്തീനോട് അനുകൂലമായി പ്രഖ്യാപിച്ചു കാണാം. കാരണം നമ്മളൊരു കോളനി ആയിരുന്നു, ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു കോളനിയുടെ വിഷമതകൾ നമുക്കറിയാം. അതുകൊണ്ട് ഗാന്ധി തന്നെ ഫലസ്തീനെ അംഗീകരിക്കുന്നത് നമുക്ക് കാണാം. നെഹ്റു അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ഫലസ്തീനോട് അനുകൂലമായ നിലപാടെടുക്കുന്നത് കാണാം. എന്നാൽ ഈ BJP കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഒരു മാറ്റം സംഭവിക്കുന്നത്. ഒഫീഷ്യലി ഫലസ്തീനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേലുമായി ശക്തമായ ഒരു ബന്ധമുണ്ടാക്കുന്ന, അതൊരു ഇസ്ലാം വിരുദ്ധ, ഒരു ഇസ്ലാമോഫോബിക്കായ ഒരു പശ്ചാത്തലവും കൂടി അതിൻ്റെ പുറത്തുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യയിലെ ഈ മാറുന്ന സാഹചര്യത്തിലും നമ്മൾ ഒരു മനുഷ്യാവകാശ ബോധമുള്ള, മാനുഷിക ബോധമുള്ള, പ്രത്യേകിച്ച് ഒരു മുസ്ലിം എന്ന നിലയിൽ അഖീദയെക്കുറിച്ചും ഫലസ്തീനുകൾ എന്ന് പറയുന്ന ഒരു ഉമ്മത്തിന്റെ ഭാഗമായ ജനതയെക്കുറിച്ചും ബോധമുള്ള മനുഷ്യന്മാരും വിശ്വാസികൾ എന്ന നിലയിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ഏത് വഴിയിലാണോ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ആ വഴിയിലൊക്കെയും സപ്പോർട്ട് ചെയ്യുക. അതാണ് നമ്മളുടെ പ്രധാന കർത്തവ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.